ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളന്ന് അന്ന് കളിച്ചതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത് ഗൈസ്. ഈ കളിയെങ്കിൽ നമ്മൾ ജയിച്ചാൽ മതി എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കളിക്കുന്നത്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും എന്നുള്ളൊരവസ്ഥയാണ് ഗൈസ്. ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അറിയാലോ, പണ്ട് തൊട്ടേ നൂബടെ സ്ഥല കളിയാണ് നമ്മുടെ ടീം. എന്തായാലും ഇത്തവണ സെമിഫൈനലാണ്. സെമിഫൈനലിൽ കൊടുക്കാത്ത പാടാണ്, എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ എത്ര വലിയ ടീമാണെന്ന് പറഞ്ഞാലും അപ്പുറത്തുള്ളവരെ അതിനനുസരിച്ച് നല്ല പ്ലെയേഴ്സ് ആയിരിക്കും. അപ്പം നമ്മുടെ ടീമിന് 117 ഒവി ഇറങ്ങിയ അപ്പുറത്തുള്ള അവന്മാർക്ക് 117 ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ 100 കാണിക്കത്തുള്ളൂ, 115 ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാമ്പർ സുഖമായിട്ട് കളി ചെയ്യുക. എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇടുന്നത്, അല്ലാതെ എനിക്കിത് വലിയ ഇതൊന്നുമില്ല. നിങ്ങൾക്ക് കളി നല്ല രസമാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ 2 ഇട്ട് കളിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ മറന്നു പോകുന്നുണ്ട്, ഞാൻ ഇതിൽ ഭയങ്കര പ്രോ ആണെന്നൊക്കെ വിചാരിക്കുന്നവന്മാരും ഉണ്ട്. ഇവൻ എന്തിനും നമ്മളെ പറക്കി കിടക്കുന്നത്. ഇത്തവണ ഫസ്റ്റ് തന്നെ നല്ല മൂഡ് കളിയാണ് തോന്നുന്നു. അടികളാകുമ്പോലെ ഗോയ്സ് ഇറങ്ങിയപ്പോൾ ഗോള്. നേരത്തെ കളി അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. നേരത്തെ മുക്കിയിട്ടാണ് നമ്മൾ ഗോളടിച്ചത്. ഇത്തവണ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആ പുള്ളിക്കാരൻ റൂണി ഒരു ഗോളങ്ങ് അടിച്ച്. റൂണീനെ അറിയാലോ, അവ ഇങ്ങേരുന്നാലും അങ്ങനെ ഗോളടിച്ച്. നമ്മൾ നേരത്തെ കളിയിൽ താമസത്തെ ഇറക്കിയ ആളാണ് ഈ ട്രൊസാഡ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഇത്തവണ ട്രൊസാഡിനെ ഇറക്കാം ഗൈസ്. ഓക്കെ, ലാഗുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നെസ്റ്റ ഗോളൊന്നും നീ അടിക്കൂലടാ. നീ ഗോൾ അടിക്കുന്ന ചരിത്രമൊക്കെ വീട്ടിൽ മക്കൾ ഗോൾ അടിക്കുന്ന എനിക്കൊന്ന് കാണണം. ബോളിങ് ഗീസ് എന്താ നമ്മളെ മാറാ ഗേസ്. ട്രൊസാറിനെ ചെയ്തൊരു ഗോൾ അടിച്ചില്ല, പക്ഷേ ഗോൾ പോസ്റ്റിന് അടുത്തിട്ട് പോയിട്ടുണ്ട്. ഗോൾ പോയി ഗീസ്. ഗോൾ സുഖമായിട്ട് ഗോൾ അടിച്ചില്ല ഒട്ടാള്. നല്ല കഷ്ടപ്പെട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ എന്തായാലും കുഴപ്പമില്ല, ഇനി 2 ഗോൾ കൂടെ അടിച്ചായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഗോൾ ഫ്രീ എന്ന് വിചാരിക്കും ഗൈസ്. എന്തായാലും മോഡ്രിച്ചിന് ഇതിനൊരു ഓട്ടം ഉണ്ട്. അത് കണ്ട, അതാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്. നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് ബോൾ ചവിട്ടി പിടിക്കും. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിഫൻസ് സ്ട്രാറ്റജീസ് ആണ്. അങ്ങോട്ടാണ് പാസ് വിടുക. ഗീസ് അവൻ കഴപ്പാണിച്ച്, നമ്മളല്ല അവനാണ് കഴപ്പാണിച്ചത്. കഴപ്പൻ. ഓക്കെ, ഡിജോങ്ങിൻ്റെ കയ്യിൽ ബോള്. ഓക്കെ സുവാരസ് ന്യൂനോ മെൻഡസ്. ഇവിടെ എന്തൊക്കെ കാണിക്കുന്ന. അപ്പുറത്തുള്ളവരെ ഭയങ്കര കളി. എൻ്റെ കയ്യിൽ ബോൾ കിട്ടി. ഓക്കെ മർഡോബേരെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, തള്ളിയിട്ടാലും ഇതിൻ്റെ അത് ഫൗളില്ലാണ്ടാ. നമ്മളെ സുവാരസ് കിണ്ണനെ അടിച്ച് ഇണ്ടിട്ട് പോലും അവന്മാരൊരു കിണ്ണേരെ ഭാഗത്തുനിന്ന് പോലും. ഇത്രേ ഉള്ളൂ. സുവാരസ് ഇറ്റ്സ് യുവർ ടേൺ ബേബി. ഒരു പവർ ഷൂട്ട് അടിയടാ. എടാ എങ്ങോട്ടൊക്കെയാണ് ഡ്രിബിൾ ചെയ്യുന്നത് കയറ്റുന്ന. മൈ ഗോഡ്. മോഡ്രിച്ചിൻ്റെ പ്ലേട്ടം. ഓക്കെ, മോഡ്രിച്ച് അവിടെ കിണഞ്ഞ അവിടെ പെർഫെക്റ്റ് ആയിട്ട്. ഇനി സാലിബ. ഓക്കെ അനസ്തേട്ടാ. ഓക്കെ ഗൈസ്, അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിളമ്പിയിട്ടുണ്ട്. അത്ര ഉള്ളു. നമ്മളെ ഗോളി ഒന്ന് മാങ്ങ വരയ്ക്കാനേ. നമ്മൾ ഗാർസിയയുടെ കളി നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. പുള്ളിക്കാരൻ ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഗോളിയാണ്. ഇതുവരെ ചരിത്രത്തെ ഏറ്റവും നല്ല മികച്ച ഗോളിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ മോഡ്രിച്ചിൻ്റെ ആളാട്ടം. ഓക്കെ, മോഡ്രിച്ച് അറിയാലോ ഗൈസ്, ഇങ്ങനെ ഇടത്തെ കാല് വെച്ച് ഗോൾ അടിക്കും. ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ ഭയങ്കര നല്ല കളിയാണ്. തറള്ള് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ ഏത് കാലം വെച്ചാണ് ഗോൾ അടിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. ഒന്നെങ്കിൽ വലതായിരിക്കും അല്ലെങ്കിൽ ഇടതായിരിക്കും. ഓക്കെ, ഇത്തവണ അടിച്ച വലത് വെച്ചാണ്. എന്താണെന്തോ സാധനം ഇടത്തെ കാലം വെച്ച് അടിക്കാറ്. പക്ഷേ ഇടത്തെ കാലം വെച്ച് അടിക്കുമ്പോൾ ഗോളി അറിയാം, അയ്യോ അവന് കളിക്കാറുണ്ട്, ഏതാ തൂറി ഇറങ്ങി മാറുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇടത്തെ കാലം വെച്ച് അടിച്ച ഗോൾ ഏത് വഴിക്കാണ് പോകണമെന്നറിയോ? കൊള്ളാം. വയസ്സ് അവൻ മൂട് വെച്ചിട്ട് ബോളങ്ങ് വിളിച്ച്. അത്ര അല്ലോ അല്ല. റൂണി അത്ര ഉള്ളു കേസ്. ഇനി നമ്മളെ റൂണി നിക്ക് സുവാരസ് കളഞ്ഞു ഈ ആംഗിൾ ടൈം. ഓക്കെ കേസ്, നമ്മളെ പുള്ളിക്കാരനെ ഇറങ്ങുന്ന സമയമായി. നമ്മളെ ട്രൊസാഡിനെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറ്റി കൊടുക്കുക. അത് നടക്കുകയുള്ളൂ കേസ്. എന്തായാലും നമുക്ക് നോക്കാം. ട്രൊസാഡ് കളിയാണ്, ഭയങ്കര കളിയാണ്. കളി പോകാൻ കളിക്കുന്ന മകൻ. എന്താണത്? ഓക്കെ, ട്രൊസാഡ് എവിടെയാണ്? എന്തായാലും ട്രൊസാഡിന് മാച്ച് കൊടുക്കുകയാണ്. ട്രൊസാഡിനെ ഞാൻ റാങ്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് എനിക്ക് കിട്ടിയ റാങ്കപ്പായിരുന്നു. അല്ലാഹു അക്ബർ. ഞാൻ ഒന്ന് ഭയന്ന് പോയാച്ച്. ഗെയിംസ് നമുക്ക് എന്തായാലും ഡയറക്റ്റ് അണ്ണൻ്റെ പാസ് കൊടുക്കാം. ഗെയിംസ് എത്ര നാളെ ഞാൻ സെമിഫൈനൽ കളിക്കുന്നതാണ്. ഇത്ര നാൾ ജയിച്ചിട്ടില്ല. പക്ഷേ വീട്ടിലത്തെ പാടാണ് ഈ സെമിഫൈനൽ കളിക്കാൻ. അവിടെ ഈ കെയിനെയാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അത്രേ ഉള്ളൂ. എൻ്റെ നെക്സ്റ്റ് ഇടിച്ചിടോടല്ലാണ്.
ഇതൊക്കെ ആരെ കയ്യിൽ മർഡോമ ഡാർക്ക് തന്നെ അത്രേ ഉള്ളു. സത്ര ഗോളീനെ കണ്ടി വല്ല കളി കഴിച്ചില്ല അവൻ. ആരി ഇവൻ്റെ പേര് കാണുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ന്യൂബണാണെന്ന്. പക്ഷേ ഡാർക്ക് ഓക്കെ 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 ഗൈസ് അതൊരു വമ്പിച്ച കളിയായിരുന്നു. നിങ്ങൾ കണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നോക്കിക്കോളി. നമ്മളൊരു അറിയാതെ നമ്മളെ സുവാരസ് അതിൻ്റെ ഇടയ്ക്കടെ മാസമായിരുന്നു. ഞാൻ വിചാരിച്ച് ട്രൊസാഡ് ഗോൾ അടിക്കുമെന്ന്. പക്ഷേ സുവാരസ് അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് മപ്പ് കാണിച്ച് നമ്മൾ ട്രൊസാഡ് മാറി നമ്മുടെ കുഞ്ഞിന് നമ്മളിനി ഒരു ചാൻസ് കൂടെ ഉണ്ട്. കേസ് അതെന്തായാലും നമ്മൾ ട്രൊസാഡിന് ഗോൾ അടിക്കാൻ കൊടുക്കുന്നതായിരിക്കും പെർഫെക്റ്റ്. ഒന്ന് പാവത്തിൻ്റെ ഒരു ബോൾ പറഞ്ഞാൽ പിറകെടുന്ന് ഓടലടാ സമ്മതിയില്ല. കേസ് നമ്മളെ ലൂണയൊക്കെ ഉണ്ട് കളിക്കാൻ. എന്ത് ചെയ്യാനാ, പുള്ളിക്കാൻ നമ്മൾ നൈസായിട്ട് സ്പെയിനിലോട്ട് അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്തു. എടാ ഇവനല്ലടാ ഇത് അമ്മരിയ ഇവനെ കാണാൻ അവനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നറിയായോ. നൈസായിട്ടാണ് ട്രൊസാഡിൻ്റെ പാസ് കൊടുക്കുക അല്ലേ സുവാരസിന്. അത് പോയി സുവാരസിന് ഒരു പവർ ഷൂട്ട് മതി ഗോൾ കയറ്റാം. പക്ഷെ അത് ഞാൻ ഇപ്പോഴും മറന്നു പോകും. കാരണം പുസ്കസ് പ്ലെയറാണ് അറിയാമല്ലേ, മെസ്സിക്കാരത് മറക്കൂല. നമ്മളൊരിക്കലും നമ്മുടെ ടീമിൽ ഒരു പുസ്കസ് പ്ലെയർ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ പ്ലെയറിനെ വെച്ച് വൺ ടാപ്പ് അടിക്കാൻ നോക്കാം. വൺ ടാപ്പല്ല പവർ ഷൂട്ട്. ഓക്കെ റോണിക്ക് വിട്രാ. ഓക്കെ പിന്നെ റോണി പുസ്കസ് പ്ലെയർ അല്ല, ബട്ട് പുള്ളിക്കാരൻ്റെ പവർ ഷൂട്ട് എല്ലാവർക്കും അറിയാം. മോഡ്രിച്ച് ഗായ്സ് അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ ഗായ്സ്, മോഡ്രിച്ച് ഇപ്പോഴും പണ്ടത്തെ പോലെയല്ല ഗൈസ്. അതും സ്റ്റാമിന തീർന്ന മോഡ്രിച്ചാണ് ഗൈസ് കളിക്കുന്നത്. സ്റ്റാമിന തീർന്ന മോഡ്രിച്ചാണ് ഗൈസ് ഗോൾ അടിച്ചത്. ഏത് മോഡി കിളവനായാലും കളിക്കാനുള്ള കുറവില്ല. കിളവൻ ഭയങ്കര കളിയാണ്. ഇനി അവന്മാർ ഗോൾ അടിക്കാതെ നോക്കിയാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് സെമി ഫൈനലിൽ ഇങ്ങനെയും ജയിക്കുന്നത്. സാധാരണ സെമി ഫൈനലിൽ ജയിക്കാൻ ഭയങ്കര പാടാണ്. ഫൈനൽ തന്നെ ജയിക്കുന്നത് എന്തല്ല ഇതിന് ഡയറക്റ്റ് കളിയാണ്. നമ്മൾ ട്രൊസാഡിനെ വെച്ചിട്ടുള്ള കളി. പോയി ഇങ്ങനെ പോകത്തില്ല. ട്രൊസാഡിനെ തന്നെ കൊടുക്കും. ഇവനെ കളിക്കാറിയാന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ട്രൊസാഡ് ഭയങ്കര കളി. എന്തറ കിണച്ചിടുന്ന തന്നെ ട്രൊസാഡ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനെ കാട്ടിയും വല്ല കളിയുണ്ട് ട്രൊസാഡ്. ബിക്കോസ് ഹീസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. തലമണ്ട പോർണവൻ്റെ ചെറുക്കൻ്റെ തലമണ്ട. അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഇത്രയും നേരം വേണമെന്ന് പറഞ്ഞ ട്രൊസാഡിൻ്റെ കളിയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്നൊരു ബൈസൈക്കിൾ ഗൈസ്, നോട്ട് എ ഹ്യൂമൻ ബീയിങ് അടിച്ച് ഗോൾ കയറ്റി. അത്ര അല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ കളി എന്തായാലും നമ്മൾ ജയിച്ചു. കാരണം സെമി ഫൈനലിൽ നമ്മൾ ജയിച്ചു. ഈ അടുത്ത ഫൈനലിലൂടെ കളിച്ചാൽ നമ്മളെ ഫൈനലിൽ നമ്മളെ തൂക്കി. കേസ് ട്രൊസാഡ് ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വലിയ പ്ലെയറാണെന്ന് തോന്നുന്നു. പോയി ഗൈസ്. എന്തായാലും നമ്മൾ പോലും പ്രെഡിക്റ്റ് ചെയ്യാതെ ആ പുള്ളിക്കാരൻ്റെ അവിടെ നിന്നുള്ളൊരു ബൈസൈക്കിൾ ഗൈസ്. ഇപ്പോൾ നമ്മളെന്തായാലും ഫൈനൽ ജയിച്ചിട്ടുണ്ട്. ഇനിയാണ് സെമി ഫൈനൽ, ഇനിയാണ് ഫൈനൽ ഗൈസ്. അപ്പോൾ അത് അടുത്ത പാർട്ടായിരിക്കും. ഫൈനൽ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സെമി ഫൈനൽ ജയിച്ചു. ഇനി ഫൈനൽ കാണിച്ചു തരാൻ. ഫൈനൽ ഇത് 8 മിനിറ്റുള്ള കളിയായിരുന്നു ഗൈസ്. 8 മിനിറ്റുള്ള കളി. ഡാർക്ക് കളി. കേസ് 4 എന്നോട് ജംസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ദിസ് ഈസ് നോട്ട് എ ചില്ലറ കളി ഗൈസ്. ഇനിയാണ് ഫൈനൽ. അതെന്തായാലും അടുത്ത പാർട്ട്. ലെറ്റ്സ് ഗോ.